ഈ ലോകത്തോട് യാത്ര പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനെ നിനക്ക് കാണാൻ പറ്റും. ലോകത്തിന്റെ നായകനെ കണ്ടിട്ടേ നിനക്ക് മരിക്കാൻ പറ്റൂ. പ്രവാചകനെ നിനക്ക് കണ്ടു മരിക്കാൻ കഴിയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയെ കണ്ടു മരിക്കാൻ പറ്റും. റസൂലുള്ളാഹിനെ കണ്ടിട്ടേ മരിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കണ്ടു മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ശഫാഅത്ത് കിട്ടുന്ന മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഹദീസിൽ കാണാം, മൻ ലയ്യ സുന്നതി ഹുർമതു അലൈഹി ശഫാഅതി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ സുന്നത്ത് ആര് പിൻപറ്റുന്നോ അവൻ എന്റെ ശഫാഅത്ത് ഉണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. ആരെന്റെ സുന്നത്ത് പിൻപറ്റുന്നു? ഇന്ന് സുന്നത്തിനെ കുറിച്ച് പറയാൻ നമുക്കൊക്കെ സുന്നത്ത് എന്ന് പറയുമ്പോൾ എന്തോ നിസാരമായ കാര്യം, സുന്നത്തല്ല എന്ന് നമ്മൾ പറയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന ഒരു കാലഘട്ടം വരും, അന്ന് എന്റെ ഒരു സുന്നത്ത് ചെയ്താൽ അവന് 100 ശുഹദാക്കളുടെ കൂലി കിട്ടുമെന്ന്. സഹോദരങ്ങളെ ചിന്തിക്കണം, ഒരു ശുഹദായിന്റെ പ്രതിഫലം എന്താ? ആരാ ശുഹദാക്കൾ? യുദ്ധക്കളത്തിൽ പോയി ഷഹീദായ 100 പേരുടെ പ്രതിഫലം നിനക്ക് എങ്ങനെ കിട്ടുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ സഹോദരങ്ങളെ. കിട്ടും. ഈ കാലഘട്ടത്തിൽ ബർദ ഇട്ടുകൊണ്ട് നടക്കല്, താടി വളർത്തല്, ജുബ്ബ ധരിക്കല്, തൊപ്പി ധരിക്കല്, ഇതൊക്കെ ഇച്ചിരി മോശമായിട്ട് ആൾക്കാർ കാണുന്നത്. ഇതൊക്കെ ഇട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ കളിയാക്കും. പെണ്ണുങ്ങളൊക്കെ ശരീരമൊക്കെ മറച്ച് നല്ല രീതിയിൽ പോകുമ്പോ ബാക്കിയുള്ളവർ കളിയാക്കും. ഇങ്ങനൊക്കെ കളിയാക്കുമ്പോഴോ ഓരോ ദിവസവും ഓരോ മനുഷ്യന്റെ മുന്നിൽ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് 100 ശുഹദായിന്റെ കൂലി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും എന്റെ ഒരു സുന്നത്തിനെ പിൻപറ്റിയാൽ അവന് 100 ശുഹദായിന്റെ കൂലി കിട്ടുമെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ കളിയാക്കാൻ പാടില്ല, സുന്നത്താണെന്ന് പറഞ്ഞ് വലിച്ചെറിയാനും പാടില്ല. റസൂലുള്ളാഹിയുടെ സുന്നത്ത് ചെയ്താൽ നാടോടുമ്പോൾ നടുകയോടുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ നീ കാലുമടക്കിയടിക്കരുത്. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പുറങ്കാല് കൊണ്ട് തട്ടരുത്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, റസൂലുള്ള ശഫാഅത്ത് ചെയ്യണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റിയാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ, ജിബ്രീൽ അലൈഹിസ്സലാമും റസൂലുള്ളാഹിയും കൂടെ മിഅ്റാജിന്റെ രാത്രിയിൽ നടന്നു പോകുമ്പോൾ സ്വർഗത്തിലൂടെ നടന്നു പോകുന്നു. നബിയും ജിബ്രീലും സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നാട് കാണുകയാണ്. റസൂലുള്ള നോക്കുമ്പോ ഒരു നാട്, സ്വർഗത്തിൽ നോക്കുമ്പോൾ ഒരു നാട് കാണുന്നു. ആ നാട്ടിൽ നിന്ന് കാറ്റടിച്ചപ്പോൾ സുഗന്ധമടിച്ചു വീശുകയാണ്. വല്ലാത്ത സുഗന്ധമടിച്ചു വീശുന്നു. റസൂലുള്ള ജിബ്രീലിനോട് ചോദിച്ചല്ലയോ ജിബ്രീൽ, ഏതാണ് ജിബ്രീൽ ഈ നാട്? ഏതാണ് ജിബ്രീലേ ഈ നാട്? ഈ നാട്ടിൽ നിന്ന് വല്ലാത്ത സുഗന്ധമടിച്ചു വീശുന്നല്ലോ, ഈ നാട് ഏതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ പറയുന്നു, യാ റസൂൽ അല്ലാഹുവിന്റെ നബിയേ, ഇതൊരു പെണ്ണിന്റെ നാടാണ് നബിയേ, ഇതൊരു പെണ്ണിന്റെ നാടാണ് നബിയേ. ജിബ്രീലിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഏത് പെണ്ണിന്റെ നാടാണ്? ഇത്ര വലിയ സുഗന്ധം അടിച്ചു വീശുന്ന പെണ്ണാരെന്ന് ചോദിക്കുമ്പോ ലോകത്തിന്റെ നായകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അത് മാഷിത്താടെ നാടാണ് നബിയേ. അത് മാഷിത്ത എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ നാടാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. ആരാ മാഷിത്ത? ആരാ മാഷിത്ത? എന്തേ മാഷിത്താക്ക് ഇത് കിട്ടാനുള്ള കാരണം? മാഷിത്ത എന്ന് പറയുന്നത് ഫിർഔനിന്റെ മകളാണ്. ഫിർഔൻ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ, ഇത്രയ്ക്ക് മോശമായ വേറൊരു വ്യക്തിയില്ല. അവന്റെ മകളാണ് മാഷിത്ത. ആ മാഷിത്തയ്ക്ക് കിട്ടിയ പ്രതിഫലം എന്താ? സ്വർഗത്തിൽ ഒരു നാട്, ആ നാട്ടിൽ നിന്ന് സുഗന്ധം മാത്രം അടിച്ചു വീശുന്നു. റസൂലുള്ള പോലും അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, എന്തേ ആ പെണ്ണിന് ഇങ്ങനെ കിട്ടാനുള്ള കാരണം? എന്റെ പ്രിയമുള്ള സഹോദരിമാരും എന്റെ പ്രിയമുള്ള സഹോദരന്മാരൊക്കെ നമുക്ക് ആ നാട്ടിൽ പോകണ്ടേ? നമുക്ക് ആ സ്വർഗത്തിലെ ആ നാട്ടിൽ പോകണ്ടേ? സുഗന്ധം അടിച്ചു വീശുന്ന ആ നാട്ടിൽ പോകണ്ടേ? നീ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, നീ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നീ ഒന്ന് മനസ്സ് വെച്ചാൽ മതി.
എന്താ മാഷിത്ത ചെയ്തതെന്നറിയോ? ഒരു ദിവസം മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദഅവത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ പ്രബോധനം കേട്ടിട്ട് ഒരു ദിവസം ഫിർഔനിന്റെ തൊട്ടു മുന്നിൽ നിന്ന് തല ചീകിക്കൊണ്ടിരിക്കുമ്പോൾ, മുടി ഇങ്ങനെ ചീവിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ കയ്യിൽ നിന്ന് ചീപ്പറിയാതെ താഴേക്കൊന്ന് വീണുപോയി. ഏതൊരു വസ്തുവും എടുക്കുന്ന സമയത്ത് ബിസ്മി പറയണമെന്ന് മൂസാ നബി പഠിപ്പിച്ചിരിക്കുകയാണ്. ആ മാഷിത എന്ന് പറയുന്ന പെണ്ണ് തന്റെ കയ്യിൽ നിന്ന് ചീപ്പ് താഴെ വീണു. അതെടുക്കുന്ന സമയത്ത് തന്റെ പിതാവ് ഫിറൗൻ തൊട്ട് പുറകിൽ നിൽക്കുന്നതെന്ന് ഓർക്കാതെ അതിങ്ങനെ എടുക്കുന്ന സമയത്ത് പറഞ്ഞുപോയി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറിയാതെ ഒന്ന് പറഞ്ഞുപോയി. തന്റെ വാപ്പയാ പുറകിൽ നിൽക്കുന്നതെന്ന് ഓർക്കാതെ ബിസ്മില്ല എന്ന് പറഞ്ഞപ്പോൾ ഫിറൗൻ അത്ഭുതപ്പെട്ടു പോയി. ദേഷ്യപ്പെട്ടുകൊണ്ട് തന്റെ പൊന്നുമോളോട് ചോദിക്കുന്നു, എവിടുന്നാ ഇത്? നീ എന്താ പറഞ്ഞത്? ആ ബിസ്മി പറഞ്ഞതിന്റെ പേരിൽ അതാ ഫിറഔനദാ ആ മാഷിത എന്ന് പറയുന്ന തന്റെ പൊന്നുമകളെ മരുഭൂമിയിൽ കൊണ്ടിട്ട് ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അവിടെ നിന്ന് കൊന്നുകളഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോൾ ആ ബിസ്മി പറഞ്ഞതിന്റെ പേരിൽ ആ പെങ്ങളെ മാഷിത എന്ന് പറയുന്ന ഫിറഔനിന്റെ പൊന്നുമോൾക്ക് സ്വർഗത്തിലെ സുഗന്ധം മാത്രം അടിച്ചു വീശുന്ന ഒരു നാട് കിട്ടിയതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഒരു ബിസ്മി പറഞ്ഞതിന്റെ പേര് നമ്മളിവിടെ എന്തെടുക്കുമ്പോഴാ ബിസ്മി പറയുന്നത്? തിന്നുമ്പോ പോലും ബിസ്മി പറയില്ല, കൈ പോലും കഴുകത്തില്ല. ചിലരൊക്കെ കയ്യും കഴുകും, പക്ഷെ തിന്നണ സമയത്ത് ബിസ്മി പറയൂല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ബിസ്മി പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്ത്, എന്തെങ്കിലും ഒരു സുന്നത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ നിനക്ക് ഈ നാട്ടിൽ പോകാൻ കഴിയും. അവസാനം